നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നാളത്തെ കഥ നമ്മൾ കാണുന്നത് പോലീസുകാർ വന്ന് പോയി കഴിഞ്ഞപ്പോ അലീനയുടെ അടുത്തേക്ക് ബാലേന്ദ്രൻ വന്നു. എന്നിട്ട് പറഞ്ഞു, കണ്ടില്ലേ നീ ഇതെന്തു ഭാവിച്ച അലീന? അലീന പറഞ്ഞു, അച്ഛൻ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എന്താണെങ്കിലും അവർക്കെതിരെ പരാതി കൊടുക്കാൻ പറ്റില്ല. നാളെ എനിക്ക് ആ വീട്ടിലേക്ക് ചെല്ലണ്ടേ. ആ കോളനിക്കാർക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തിട്ട് എനിക്ക് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറ്റുമോ? ശരിക്കും പറഞ്ഞാല് ഇപ്പൊ നീയാണ് അപകടത്തില്, നിന്റെ ജീവനാണ് അപകടത്തില്. നീ വീണ്ടും ആ ശരണ്യയെ കാണാൻ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെയുള്ളവർ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അലീന പറഞ്ഞു, അതൊന്നും സാരില്ല അച്ഛാ, എനിക്കൊന്നും സംഭവിക്കാണ്ട് പോകുന്നില്ല. അല്ല, നീ എസ്ഐയോട് പറയുന്ന കേട്ടല്ലോ, ഇനി നീ ആ വീട്ടിലേക്ക് പോകുന്നു. അതെ അച്ഛാ, എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. ഒരു ദിവസം കൊണ്ട് മാത്രം എന്റെ കടമ ഉത്തരവാദിത്തങ്ങളും തീർന്നില്ലല്ലോ. അവളെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ട് വരുന്നോടം വരെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോയാൽ മതിയാവുള്ളൂ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം ബാലേന്ദ്രന് നല്ല ടെൻഷനായി. ബാലേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അലീനയോട്. പക്ഷെ അലീന അതൊന്നും കേൾക്കാൻ കൂട്ടാക്കില്ല. അലീനയുടെ വിഷമം ശരണ്യ അനുഭവിക്കുന്ന വേദനയായിരുന്നു. കാരണം അവൾ എത്രമാത്രം മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അവളെ എത്രയും പെട്ടെന്ന് കൈ പിടിച്ച് കയറ്റിക്കൊണ്ട് വരണം, അല്ലെങ്കിൽ അവൾ വീണ്ടും കുഴിയിലേക്ക് താണു പോകത്തുള്ളൂ. അതൊരു കാരണവശാലും സംഭവിക്കരുത്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് പിന്നീട് ജീവിതം ഉണ്ടാകത്തില്ല. അവൾ ആത്മഹത്യ ചെയ്യുവോളെന്നുള്ള കാര്യം അലീനയ്ക്ക് നന്നായിട്ടറിയാം. അങ്ങനെ സംഭവിച്ചാൽ ഈ പറയുന്ന രോഹിത്തിനും ഹരിക്കൊക്കെ പുറത്തിറങ്ങാൻ പോലും പറ്റില്ല. അവസാനം കൊലപാതക ശ്രമത്തിനുള്ള ആ കുറ്റം കൂടെ, അല്ലെങ്കിൽ ആത്മഹത്യ പ്രേരണയ്ക്കുള്ള ആ കുറ്റം കൂടെ അവരുടെ തലയിലേക്ക് വരികയും ചെയ്യും. പിന്നീട് അലീന അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. അലീന അകത്ത് കയറിപ്പോയി വേഷമൊക്കെ മാറി വന്ന് അടുക്കളയിൽ കയറുകയാണ്. അടുക്കളയിൽ കയറി ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കൃഷ്ണമോൾ അങ്ങോട്ടേക്ക് വരുന്നേ. കൃഷ്ണമോൾ വന്നിട്ട് ചോദിച്ചു, അല്ല അച്ഛന് ചില കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അലീന ചേച്ചി ഇത് എന്ത് ഭാവിച്ചാന്ന് ചോദിച്ചു. എന്താ മോളെ? അല്ല, അലീന ചേച്ചി എന്തിനാ അവിടേക്ക് പോയത്? അതോ ഞാൻ പറഞ്ഞല്ലോ, നിന്നെ പോലൊരു കുട്ടിയല്ലേ അത്, ആ ശരണ്യ എന്ന് പറയുന്നത്. അപ്പൊ അതിനൊന്ന് പോയി ആശ്വസിപ്പിക്കണ്ടേ? എന്നാലും അലീന ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചായിരുന്നെങ്കിലോ, ഞങ്ങൾ എന്ത് ചെയ്തോണെന്ന് ചോദിച്ചു. എനിക്ക് എന്ത് സംഭവിക്കാനാ? എനിക്കൊന്നും സംഭവിച്ചില്ലോ, ദൈവം എൻ്റെ കൂടെ ഉണ്ട് മോളെ, എനിക്കൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു. എന്നാലും ഈ പറയുന്ന രോഹിതണ്ണും ഹരിയണ്ണും ഒക്കെ ഇപ്പോഴും ജയിലിൽ തന്നെയല്ലേ? ഒരു പക്ഷേങ്കിൽ ആ ശരണ്യ എന്ന് പറയുന്ന ആ പെൺകുട്ടി ആ ചേച്ചി മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ വീണ്ടും ജയിലിലേക്ക് തന്നെ പോയില്ലെന്ന് ചോദിച്ചു. അലീന പറഞ്ഞു, അത് ശരിയാ, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷ അനുഭവിക്കണം. ആ പെൺകുച്ചിനെ കുറിച്ച് നമ്മളാരും ചിന്തിക്കുന്നില്ല. നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ സ്വന്തക്കാരെ കുറിച്ചും അതുപോലെ തന്നെ നീ ചിന്തിക്കുന്ന നിന്റെ ചോരയെക്കുറിച്ചുവാ. പക്ഷെ അവരുടെ വീട്ടിലെ അവസ്ഥ എന്താ ചിന്തിക്കാത്തെ? അവർക്കിനി ആരുടെയും മുഖത്ത് നോക്കാൻ പറ്റുമോ? പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? എത്രമാത്രം നാണക്കേടാന്നറിയാവോ? കൃഷ്ണമോൾ പറഞ്ഞു, എനിക്ക് മനസ്സിലാവുന്നുണ്ട് ചേച്ചി പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. പക്ഷേങ്കിൽ അറിയാലോ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചേച്ചിക്ക് നന്നായിട്ട് അറിയാലോ എന്ന് പറഞ്ഞു. അതൊക്കെ എനിക്കറിയാം, നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. എനിക്കൊരു ആപത്ത് സംഭവിക്കാൻ പോകുന്നില്ല. അതൊക്കെ നോക്കിയും കൊണ്ടോ ഞാൻ നിൽക്കത്തുള്ളൂ പറഞ്ഞു. പിന്നെ എന്നിട്ടാണോ അവര് മണ്ണെണ്ണ ഒഴിച്ചു കഴിഞ്ഞപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാതെ ചേച്ചി തന്നെ? അത്ര ആൾക്കാർ ഒരുമിച്ച് കൂടിയാൽ ചേച്ചിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ആ സമയത്ത് ദൈവദൂതനെ പോലെ ഷായിച്ചേട്ടൻ വന്നല്ലോ. ഷായിച്ചേട്ടൻ ഓട്ടോറിക്ഷ വിളിച്ച് പലപ്പോഴും ഞാൻ അഗതി മന്ദിരത്തിലേക്ക് സാധനങ്ങളൊക്കെ കൊണ്ടു കൊടുത്തോണ്ടിരുന്നേ. അതുകൊണ്ട് നല്ല പരിചയമായിരുന്നു. അതാ പെട്ടെന്ന് തന്നെ വന്ന് ഷായിച്ചേട്ടൻ രക്ഷിച്ച. ഇതാ പറഞ്ഞ, നമ്മൾ ആർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ സഹായിക്കാനായിട്ട് എവിടെയെങ്കിലും ആരെങ്കിലും കാണുന്നു, ദൈവമായിട്ട് അയക്കുന്ന ഒരാള്, അതുപോലെ ഒരാളായിരുന്നു ഷായിച്ചേട്ടൻ എന്ന് പറഞ്ഞു. പക്ഷെ കൃഷ്ണമോൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. പിന്നീട് കൃഷ്ണമോൾ അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും ഹാളി ഭവതി നിൽക്കുന്നുണ്ട്. ഭവതി ചോദിച്ചു, അല്ല അവൾക്കിത് എന്തിന്റെ കേടാന്ന് ചോദിച്ചു. എന്ത്? അല്ല, രോഹിത്തും ഹരിയൊക്കെ ജയിലിൽ കിടക്കാൻ കാരണം ആ ശരണ്യ എന്ന് പറയുന്നവളല്ലേ? എന്നിട്ടോ അവളുടെ വീട്ടിലേക്ക് പോന്നു, അവളെ ആശ്വസിപ്പിക്കുന്നു. എന്തൊക്കെ പ്രകടനങ്ങൾ അവൾ നടത്തുന്നേ? അവൾക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? അത് കേട്ടപ്പോ കൃഷ്ണമോള് പറഞ്ഞു, അലീന ചേച്ചി അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വ്യക്തമായ തീരുമാനം കാണുമായിരിക്കും. ഒന്നും കാണാതെ ചേച്ചി ചെയ്യില്ല എന്ന് പറഞ്ഞു. പിന്നെ ചെയ്യത്തില്ല പോലും. അവൾ വലിയ പുണ്യാളത്തെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാ. അത് മാത്രമല്ല, മിക്കവാറും രോഗത്തിനും ഹരിശങ്കറും കുറച്ചു കാലം കൂടെ ജയിലിൽ കിടക്കേണ്ടി വരും. ഇവളല്ലേ അവിടെ പോകുന്നേ, അവള് ചിലപ്പോൾ എന്തൊക്കെ പറഞ്ഞു പിടിപ്പിക്കണമെന്ന് അറിയില്ല. കൃഷ്ണമോള് പറഞ്ഞു, അതെ എൻ്റെ അലീന ചേച്ചി അത്രക്കാരിയൊന്നും അല്ലാതെ പറഞ്ഞു, നമുക്ക് കാണാം. 30 ദിവസം കഴിയുമ്പോൾ റിമാൻഡിൽ ഇറങ്ങേണ്ടവരാ. മിക്കവാറും ഇവള് ശരണ്യയുടെ അടുത്തേക്ക് ഇരുന്നുണ്ട്. അത് 30 എന്നുള്ള മിക്കവാറും 60 ആകാൻ ചാൻസ് ഉണ്ട്. ഇവള് വെറുതെ പോകത്തില്ലെന്ന് എനിക്കറിയാം. അവളെ രക്ഷിക്കാനായിട്ട് അവളുടെ ശ്രമം. രോഹിയെ ഹരിയെ കൊലയ്ക്ക് കൊടുത്തിട്ടാണെങ്കിലും ശരി. അപ്പോഴേക്കും കൃഷ്ണമോള് പറഞ്ഞു, ചേച്ചി കൂടുതൽ അവരെ ന്യായീകരിക്കൊന്നും വേണ്ട, തെറ്റ് ചെയ്തിട്ടില്ല അവർ ശിക്ഷ അനുഭവിക്കണേ എന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറിപ്പോയി കൃഷ്ണമോള്. കുറച്ച് കഴിഞ്ഞപ്പോൾ അലീനയുടെ ഫോണിലേക്ക് രേവതിക്കുട്ടി വിളിക്കുകയാണ്. രേവതിക്കുട്ടി വിളിച്ച് കാര്യങ്ങൾ തിരക്കുവാണ്.
അലീന ചേച്ചി ഫോണിനകത്ത് ഞാൻ വീഡിയോ കണ്ടായിരുന്നല്ലോ, അത് സത്യമാണെന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും അലീന പറഞ്ഞു, അത് പിന്നെ മോളെ ചേച്ചി ഇത് എന്ത് ഭാവിച്ചാ? ചേച്ചിയോട് എത്ര വട്ടം പറഞ്ഞാലും തലയിലേക്ക് കയറത്തില്ലേ? ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചോ പിന്നെ എനിക്കാരാ ഉള്ളത്? അത് കേട്ടപ്പം അലീന പറഞ്ഞു, നിനക്ക് ഗ്രേസന്മാരുടെ മാമച്ചനങ്ങളൊക്കെ ഇല്ലേ, പിന്നെ അവരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എൻ്റെ അലീന ചേച്ചിക്ക് പകരമാകുമോ അവരൊക്കെ? ഒരിക്കലും ഇല്ല. അലീന ചേച്ചിക്ക് തുല്യ അലീന ചേച്ചി മാത്രമേ ഉള്ളൂ. ഇതേ ചേച്ചി വേണ്ടാത്ത പരിപാടികളൊന്നും പോയി തലയിട്ടേക്കരുത്. ആദ്യമേ ഞാൻ കാര്യം പറയാം, സ്വന്തം കാര്യം നോക്കി അങ്ങോട്ട് പോയാൽ മതി. അവിടെ ജോലിക്ക് നിൽക്കുവാണെങ്കിൽ ആ രീതിയിലുള്ള ജോലികളൊക്കെ ചെയ്താൽ മതി. എങ്ങനെയാണ് രേവതിക്കുട്ടി ഞാനിവിടെ നിൽക്കുന്നത്? അങ്ങനെ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റും നിനക്ക് തോന്നുന്നുണ്ടോ? എൻ്റെ ക്യാരക്ടർ അങ്ങനെയാണെന്ന് ചോദിച്ചു. അല്ല, ചേച്ചിയുടെ സ്വഭാവത്തെക്കുറിച്ച് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയണേ. അങ്ങനെയൊക്കെ പറയണം. പിന്നീട് പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ അലീന വീണ്ടും ശരണ്യെ കാണാൻ പോകാൻ റെഡിയാവുകയാണ്. അപ്പോഴേക്കും ബാലേന്ദ്രൻ ചോദിച്ചത് എങ്ങോട്ടാ? ശരണ്യയുടെ വീട് വരെ ഒന്ന് പോകണം. അലീന, ഇന്നലെ അവർ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ചു. ഇന്ന് എന്താണെന്ന് അറിയത്തില്ല. വെട്ട് കത്തിയും വടിവാളും മറ്റാണെന്ന് എടുക്കുന്നതെന്നും അറിയില്ല. നിനക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടോ? എനിക്ക് പോയേ മതിയാവുള്ളൂ അച്ഛാ, എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഒടുവിൽ ബാലേന്ദ്രൻ പറഞ്ഞു, നിന്റെ ഇഷ്ടം എന്താണെന്ന് ചെയ്യുക. പിന്നീട് അലീന നേരെ ഓട്ടക്കാരൻ ഷാജിയുടെ വീട്ടിലേക്കാണ് ആദ്യം വരുന്നത്. കാരണം അലീനയ്ക്ക് തലേദിവസം ഡ്രസ്സ് ഇടാൻ കൊടുത്ത് ഷാജിയുടെ പെങ്ങളായിരുന്നു. അങ്ങനെ ആ ഡ്രസ്സ് കൊടുത്തിട്ട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ഷാജിയുടെ അമ്മ വന്നിട്ട് പറഞ്ഞു, മോളെ അത് വേണ്ടിയിരുന്നില്ല എന്ന് പറയണം. സാരമില്ല ആൻറ്റി, അത് അവളുടെ നല്ല ഡ്രസ്സല്ലേ, ഞാൻ ഇട്ടുകൊണ്ട് പോയി ശരിയാകത്തില്ല, അതാ തരാൻ വേണ്ടി വന്നേ. അല്ല മോളെ, അത് തരാൻ വേണ്ടി മാത്രമാണോ മോൾ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിച്ചു. അല്ല, എനിക്ക് ശരണ്യനെ ഒന്നുകൂടെ കാണുമെന്ന് പറഞ്ഞു. അല്ല, അങ്ങോട്ടേക്ക് ഇനി എന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും മോളെ അങ്ങോട്ട് എനിക്ക് കാണണം ആൻറ്റി, കാണാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. മോളെ സൂക്ഷിച്ചും കണ്ടും വേണം, അറിയാലോ ചിലപ്പോൾ ആൾക്കാരൊക്കെ എന്ത് ചെയ്യാൻ മടിയില്ലാത്തവരാ, അവർ ചിലപ്പോൾ മോളെ എന്തെങ്കിലും ചെയ്തെന്നൊക്കെ ഇരിക്കും. അതൊന്നും സാരമില്ല, എന്തായാലും ഞാൻ കാണാൻ വന്നല്ലേ, കണ്ടിട്ട് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ശരണ്യയുടെ വീട് ലക്ഷ്യമാക്കി നടക്കുന്ന സമയത്ത് കോളനിയിലുള്ള ഒരാളും കൂടെ വരുവാണ്. വന്നിട്ട് അലീനയോട് ചോദിച്ചു, നീ ഇത് എങ്ങോട്ടാന്ന് ചോദിച്ചു. ഞാൻ ശരണ്യയുടെ വീട് വരെ. അങ്ങോട്ടേക്ക് എന്തിനാ പോന്നേ? അത് പിന്നെ എനിക്ക് അവളെ കാണണം, ഒന്ന് ആശ്വസിപ്പിക്കണം. ഓ, നീ ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്നാണോ? വലിയൊരാൾ വന്നിരിക്കുന്നു. മര്യാദയ്ക്ക് പോകാൻ നോക്ക്. നിന്നെയല്ലേ ഇവിടെ ഇട്ട് ഇന്നലെ കത്തിക്കാൻ തുടങ്ങിയത്? അത് സാരില്ല ഏട്ടാ, കത്തിക്കാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ, കത്തിച്ചില്ലല്ലോ. അവരവരുടെ രോഷന്റെ മേലെ തീർത്തു, അതിനകത്ത് എനിക്ക് സങ്കടമില്ലാന്ന് പറഞ്ഞു. അപ്പോഴേക്കും അയാൾ പറഞ്ഞു, നീ ആരാ? വലിയ മദർ തെരേസയോ? ഇങ്ങനെ ത്യാഗങ്ങളൊക്കെ സഹിക്കാനായിട്ട്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എത്രയും പെട്ടെന്ന് തന്നെ പോകാൻ നോക്കാൻ പറഞ്ഞു. അലീന പറഞ്ഞു, ഞാൻ വന്നത് ശരണ്യയുടെ വീട്ടിലേക്ക് പോകാൻ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് കണ്ടേ മതി അവൾ ശരണ്യെ എന്നും പറഞ്ഞിട്ട് ശരണ്യയുടെ വീട് ലക്ഷ്യമാക്കി അവൾ നടന്നു. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ശരണ്യയുടെ അച്ഛനും അമ്മയൊക്കെ ഇറങ്ങി വന്നു. അലീനയെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും ചോദിച്ചു, എന്താ കാര്യം എന്ന് ചോദിച്ചു. അല്ല, ശരണ്യനെ എനിക്കൊന്ന് കണ്ട് സംസാരിക്കണം എന്നുണ്ടായിരുന്നു പറഞ്ഞു. അപ്പോഴേക്കും അവർ പറഞ്ഞു, ഇന്നലെ എൻ്റെ മോനെ പോലീസ് വന്ന് ഇവിടുന്ന് കൊണ്ടുപോയി, അത് നീ വല്ല അറിഞ്ഞായിരുന്നെന്ന് ചോദിച്ചു. അലീന പറഞ്ഞു, ഞാൻ അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, വീട്ടിൽ പോലീസ് വന്നു കഴിഞ്ഞപ്പോൾ അറിയുന്നേ. ഞാൻ ആ പോലീസിനോട് പറഞ്ഞ് അവരെ ഉപദ്രവിക്കുകയും ചെയ്യരുത്, വെറുതെ വിട്ടേക്കാനായിട്ട്. അത് കേട്ടോണ്ടാണ് ശരണ്യയുടെ അനുജൻ ഗോപൻ അങ്ങോട്ടേക്ക് വരുന്നത്. ഓ, നിന്റെ വലിയ ഔദാര്യമാണെന്ന് തോന്നുന്നല്ലോ അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, ഔദാര്യത്തിൻ്റെ അല്ല, ഞാൻ നിങ്ങളോട് അപ്പോഴേ ക്ഷമിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയി വെറുതെ കൊതുകടിയും കൊണ്ട് കിടക്കേണ്ട കാര്യമില്ല, ഇതിൻ്റെ പേര് ജയിലിലേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. ആ സമയം ഗോപൻ പറഞ്ഞു, അല്ല നീ ഇവിടേക്ക് എന്തിനാ വന്നേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ശരണ്യെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഇന്നലെ കണ്ടില്ലേ, അത് പോരേന്ന് ചോദിച്ചു. പോരാ, എനിക്കിന്ന് അവളെ കാണണം, എനിക്ക് അവളെ ആശ്വസിപ്പിക്കണം എന്ന് പറഞ്ഞു. വേണ്ട, നീ കൂടുതൽ ഇങ്ങോട്ടേക്ക് വരുമൊന്നും വേണ്ട, മര്യാദയ്ക്ക് പോകാൻ നോക്കാൻ പറഞ്ഞു. അലീന പക്ഷെ പോകത്തില്ലെന്ന് ഒരേ ഒരു വാശിയിലായിരുന്നു. ഒടുവിൽ ശരണ്യയുടെ അമ്മ പറഞ്ഞു, എന്നാ ശരി, ഒന്ന് കണ്ടിട്ട് പോട്ടെ എന്നൊക്കെ പറയണം. അങ്ങനെ ശരണ്യയെ കാണാനായിട്ട് അലീന മുറിയിലേക്ക് കയറി കഴിഞ്ഞപ്പം ശരണ്യ കണ്ണൊക്കെ തുറന്ന് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. മോളെ നിന്ന് പിടിച്ച് അലീന അടുത്തിരുന്നു. ആ കയ്യിലൊക്കെ പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും കണ്ണു തുറന്ന് ശരിക്കും ചുറ്റും ഇങ്ങനെ നോക്കണം അവള്. പിന്നീട് അലീന ചോദിച്ചു, എങ്ങനെയുണ്ട് മോളെ, ഇപ്പം ഉഷാറായോ? മോളിങ്ങനെ കിടക്കല്ലേ, ഇടയ്ക്കൊക്കെ ഒന്ന് എഴുന്നേക്കണം, ബാ ചേച്ചി കയ്യെ പിടിക്കാന്നൊക്കെ പറഞ്ഞു. പക്ഷെ എഴുന്നേക്കാൻ കൂട്ടാക്കിയില്ല ശരണ്യ. അപ്പോൾ ശരണ്യയോട് പറഞ്ഞു, മോളെ നീ ഇങ്ങനെ കിടന്നാൽ എങ്ങനെ ശരിയാന്നേ? മോളുടെ അച്ഛനും അമ്മയൊക്കെ നേരെ ചൊവ്വേ ആഹാരം പോലും കഴിക്കുന്നില്ല, അവർ ഇതുപോലെയൊക്കെ തന്നെ അവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മോളിങ്ങനെ സങ്കടപ്പെട്ടിരിക്കില്ലേ, അവർക്ക് സങ്കടമാവെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അലീന ശരണ്യെ ചേർത്ത് പിടിക്കുന്നുണ്ട്. തനിക്ക് ആരൊക്കെയുണ്ട് എന്നൊരു ചിന്ത ശരണ്യയുടെ മനസ്സിലുണ്ടാവുന്നുണ്ട്. പിന്നീട് കുറെ സമയം കൂടെ അലീന ശരണ്യയോട് സംസാരിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് പോരാൻ തുടങ്ങുന്നത്. അങ്ങനെ പോരുന്ന സമയത്ത് അലീന ശരണ്യയുടെ അച്ഛനും അമ്മയോടും പറഞ്ഞു, ഞാൻ ഇനിയും വരും, നിങ്ങൾ എന്നെ ആട്ടി അകറ്റല് ഞാൻ വരും, കാരണം എനിക്ക് അവളെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നേ മതിയാവുള്ളൂ എന്നും പറഞ്ഞിട്ടാണ് പോരുന്നത്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഓട്ടോക്കാരൻ ഷാജി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അലീനയോട് കയറിക്കോളാൻ പറഞ്ഞപ്പോൾ അലീന പറഞ്ഞു, വേണ്ട. അതെന്താ?
അല്ല ഞാൻ ഓട്ടോയിൽ കയറിയാലും ഷായി ചേട്ടൻ പണം വാങ്ങില്ലോ, പിന്നെ ഞാൻ എന്തിനാന്ന് ചോദിച്ചു. അത് സാരമില്ല, ഞാൻ ഇന്ന് വാങ്ങിക്കോളാം, അല്ലെങ്കിൽ എല്ലാം കൂടെ ചേർത്ത് ഒരു ദിവസം വാങ്ങിക്കോളാന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീന പറഞ്ഞു, അതൊന്നും ശരിയാകത്തില്ല, എല്ലാവരും ജോലി എടുക്കുന്ന പണത്തിന് വേണ്ടിട്ടല്ലേ, അപ്പൊ അതുകൊണ്ട് ഷാജി ചേട്ടൻ പണം വാങ്ങിയില്ലെങ്കിൽ ഞാൻ ഈ ഓട്ടോറിക്ഷ കയറില്ലാന്ന് പറഞ്ഞു. ഒടുവില് ഷാജി പറഞ്ഞു, ശരി ശരി ഞാൻ വാങ്ങിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ പോരുന്ന സമയത്താണ് മനുശങ്കർ അലീനയെ ഫോൺ വിളിക്കുന്നത്. എവിടെ എന്താന്നൊക്കെ ചോദിക്കുകയാണ്. അലീനയുള്ള കാര്യം പറഞ്ഞു. അപ്പോഴേക്കും മനുശങ്കർ പറഞ്ഞു, നീ ഇതെന്ത് ഭാവിച്ച അലീനെ, എങ്ങാനും അവരെന്തേലും ചെയ്തായിരുന്നെങ്കിലോ ഉപദ്രവിച്ചായിരുന്നെങ്കിലോ നിനക്ക് വല്ല ബോധമുണ്ടോന്ന് ചോദിച്ചു. അതൊക്കെ എനിക്കറിയാം മനുവേട്ട, അതുകൊണ്ട് അതൊക്കെ നോക്കിയും കണ്ടോ ഞാൻ നിൽക്കുന്നേ. മനുവേട്ടൻ പേടിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ കോള് കട്ട് ചെയ്യുകയാണ്. ഈ സമയത്ത് ഷാജി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, അലീന ഫോൺ വിളിക്കുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ വീടിൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പം അലീന പണം കൊടുത്തു. ഇത്തവണ എന്തായാലും ഷാജി വാങ്ങി. ഈ സമയം അലീന പറഞ്ഞു, ഇനി എന്തെങ്കിലും ഓട്ടോ ഉണ്ട് ഞാൻ വിളിക്കാട്ടോ, ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഷാജി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ അലീന വീട്ടിലേക്ക് കയറി പോരുവാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.